ഹലോ, നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു കോട്ടയം സ്റ്റൈൽ മീൻകറിയുടെ പ്രിപ്പറേഷനാണ്. അതിനായിട്ട് ദേ ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു. ചൂടായ എണ്ണയിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, സവാള ഇത്രയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണേ. നന്നായിട്ട് വാടി വന്നതിന് ശേഷം നമുക്ക് പൊടികൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയാണ് ഫസ്റ്റ് നമ്മളൊന്ന് വാട്ടിയെടുക്കുന്നത്. ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ട് വാടി വന്ന സമയത്ത് നമുക്ക് പച്ചമുളകും ചോപ്പ് ചെയ്ത് വെച്ച സവാളയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതുകൂടി ഒന്ന് വാട്ടിയെടുക്കണേ. നല്ല ബ്രൗൺ കളർ ആവുന്ന സമയത്താണ് നമുക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഇത്തിരി ഉലുവാപ്പൊടി. പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ലേശം ഉപ്പുപൊടി ആഡ് ചെയ്തു കേട്ടോ. അതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് വാടി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികൾ ഓരോന്നായിട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേണം കേട്ടോ പൊടികൾ ഓരോന്ന് ആഡ് ചെയ്ത് കൊടുക്കാൻ. അതേ മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി. ആ ചട്ടിയുടെ ചൂട് കൊണ്ട് തന്നെ നമ്മുടെ പൊടികളൊന്ന് വാടി കിട്ടും. ആ പച്ചമണം പോകുന്ന സമയത്ത് നമുക്കത് മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണേ. പൊടികളൊക്കെ ഒന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് കോരി ഒരു ജാറിലേക്ക് മാറ്റാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് സോക്ക് ചെയ്ത് വെച്ച കുടംപുളിയാണ്. അത് കുറച്ച് വെള്ളം കൂടി ചേർത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കണേ. ഇത് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് മറ്റേത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഒന്ന് അടിച്ചെടുക്കാം. അടിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് ഇട്ട് കൊടുക്കണേ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പുപൊടി ആഡ് ചെയ്ത് കൊടുക്കണം. നല്ല അടിപൊളി സ്പൈസി ആയിട്ടുള്ള കോട്ടയം സ്റ്റൈൽ മീൻകറിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ കപ്പയുടെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ അടിപൊളി റെസിപ്പി ആട്ടോ. ഇത് തള വരുന്ന സമയത്ത് നമുക്ക് ഫിഷ് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുക. ഏത് ഫിഷ് ആയാലും ഈ സ്റ്റൈലിൽ കറി വെച്ച് കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇല്ല, ഇങ്ങനെ കറി വെച്ചിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. കറി ലീവ്സ് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് കഴുകി വൃത്തിയാക്കിയ മീൻ കുറച്ചായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് തിള വന്നിട്ടുണ്ട്. ഇനി മീൻ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഒരു മൂടി വെച്ച് ഒരു 10-20 മിനിറ്റ് കഴിയുമ്പോഴേക്കും നമ്മുടെ അടിപൊളി സ്പൈസി മീൻകറി റെഡി ആയി കിട്ടാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി ഇതുപോലുള്ള സിമ്പിൾ റെസിപ്പീസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനിയും അടിപൊളി വീഡിയോസും ഒക്കെ ആയിട്ട് ഇനിയും കാണാം. അതുവരേക്കും ബൈ, ടേക്ക് കെയർ.